വാസന്തങ്ങൾ പോയി എങ്ങോ ദൂരെ കണ്ണിൽ നിന്നും കാക്കപ്പൂവുകൾ പോയി അരിമുല്ലയിൽ നിന്നും തേനുണ്ണും കിളി പോയി നോവറിയും അതിൽ നീറും നീലാവിതളായി മകളെ മനസ്സിലെ പിണക്കം മാറ്റിവെച്ച് അച്ഛൻ ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. അച്ഛന്റെ വക്കീൽ പണിയുടെ കാര്യം ഞാനീ പറയുന്നത്. എന്നോടുള്ള പിണക്കം കൊണ്ട് അച്ഛനിത് വേണ്ടാന്ന് വെക്കരുത്. ഒരുപാട് പേരും പെരുമയും അച്ഛന് കിട്ടേണ്ടതാ. അതിലേറെ പേരും പെരുമയും ഒറ്റ നിമിഷം കൊണ്ട് എനിക്ക് എന്റെ പൊന്നുമോൾ ഉണ്ടാക്കി തന്നല്ലോ. അത് തന്നെ ധാരാളം. ഈ ജീവിതത്തിൽ എനിക്കിനി മറ്റാഗ്രഹങ്ങളൊന്നുമില്ല. ഇങ്ങനെ അങ്ങ് ജീവിച്ചു തീരട്ടെ. പറഞ്ഞോളൂ അച്ഛാ, മനസ്സിന്റെ ഭാരം അങ്ങനെയെങ്കിലും കുറയട്ടെ. നീ ഒന്ന് പോയേ, ഞാനൊരല്പസമയം ഒറ്റയ്ക്കിരിക്കട്ടെ. വക്കീൽ പണിക്ക് പോകാന്നൊരു വാക്ക് തന്നാ ഞാൻ അപ്പോഴേ പോവാം. നീ വിവാഹത്തിന് സമ്മതം തന്നാൽ ഈ ജന്മത്തെ കല്യാണം വേണ്ടാന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ കൂടി അറിയണം, എനിക്ക് കൂടി ഇഷ്ടപ്പെടണം, അത്രേ വേണ്ടൂ. ഇപ്പൊ വിശേഷിച്ചെന്തെങ്കിലും? തിരുമേനി പറഞ്ഞത് ഓരോന്നായി കണ്ടു തുടങ്ങി പൂന്തോട്ടത്തിൽ. താൻ കാര്യം പറയാ. അപ്പൂട്ടിയുടെ കാര്യത്തിൽ എന്തു വേണമെന്നറിയാതെ കുഴങ്ങുമ്പോഴാ അജയൻ വിവാഹത്തിന് തയ്യാറായത്. അവനും എന്റെ കുട്ടിയ. എന്നാലും അറിഞ്ഞപ്പോ വല്ലാത്ത സന്തോഷം തോന്നി. അപ്പൂട്ടിയെ അടുത്തറിയുന്നവനല്ലേ. തറവാട്ടിലൊരു കുഞ്ഞിക്കാല് കണ്ട് കണ്ടയ്ക്കാമെന്ന് മോഹിച്ചു. പക്ഷേ ഒരു നിമിഷം കൊണ്ടെല്ലാം അവസാനിച്ചു. അപ്പൂട്ടിക്ക് അജയനെ വേണ്ട. അതിനാ കുട്ടിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ തോന്നൂ. വിവാഹയോഗമില്ലാത്ത കുട്ടിയല്ലേ. മോളെ അപ്പുട്ടി, ദേ ഇതങ്ങോട്ട് കുടിച്ചേ. അടുക്കളയിലെ തിരക്കിനിടയ്ക്ക് മോക്ക് വേണ്ടി ചേച്ചി പ്രത്യേകം ഉണ്ടാക്കിയതാ. എനിക്കിപ്പോ വേണ്ട ചേച്ചി. അതൊന്നും പറഞ്ഞ പറ്റില്ല. അമ്മ ഇന്നലെ തുള്ളിച്ചാടി പോയിട്ടും ഈ ഹേമേച്ചി എന്താ പോവാത്തെ? മോള് പറ. ഈ അവസ്ഥയിൽ നിന്നെ ഇട്ടിട്ട് പോവാൻ പറ്റുമോ? ഏതവസ്ഥ? അത് കൊള്ളാം. ചേച്ചിയോട് അങ്ങനെ ഒളിച്ചുകളിയൊന്നും വേണ്ട കേട്ടോ. എന്താ മോൾ അങ്ങനെ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. മോളോടൊന്ന് ചോദിച്ചിട്ട് വേണ്ടായിരുന്നോ? വിശ്വേട്ടൻ വിളിച്ച് ചോദിച്ചപ്പോഴും ഞാൻ അത് തന്നെയാ പറഞ്ഞത്.
അച്ഛനും ഉണ്ണിമാമയ്ക്കും മോളോട് നിങ്ങൾ പറഞ്ഞാൽ എന്തായിരുന്നു? പഴയ കാലമൊക്കെ പോയത് അവരറിഞ്ഞില്ലേ? ആ, എന്റെ അച്ഛൻ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? അച്ഛൻ ഒരാളാ അതിന് കാരണം. ഒന്നിലും തൊടിയിക്കാതെ അഭിപ്രായം പറയാൻ സമ്മതിക്കാതെ അങ്ങ് വളർത്തി. പിന്നെ വിചാരിച്ചിരിക്കാതെ എല്ലാം കൂടെ അങ്ങ് കൈ കിട്ടിയപ്പോ അച്ഛൻ അങ്ങ് ധാരാളിയായി. അതുകൊണ്ടല്ലേ എനിക്കൊരു RT ഓഫീസുകാരന്റെ ഭാര്യയാവേണ്ടി വന്നേ. ആ പിന്നെ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയണം. അജയനെ വേണ്ടാന്നൊന്നും അല്ലല്ലോ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ വേണ്ടാന്ന് പറയേണ്ട കാര്യം എന്തുവാ? ദേ, ഇത്രയുള്ളപ്പോ തൊട്ട് അവന്റെ കൈ തൂങ്ങി നടന്നല്ലേ? അന്നേ ചേച്ചിക്ക് അറിയായിരുന്നു. ആ അതെ, ഹേമേച്ചി നിങ്ങൾ പോവേ, ചേച്ചി ഇടയ്ക്ക് വിളിച്ചോളാം. എന്റെ ദൈവമേ, ഈ കല്യാണം ഒന്ന് നടന്നിരുന്നെങ്കിൽ ആ പെരയുടെ മുൻവശം ഒന്ന് വാർക്കായിരുന്നു. കൊള്ളാം. ഇതെങ്കി ഇത് അത്രേ ആയി. പോയേക്കാം. കൂടുതൽ നേരം ഇരുന്നാ ഇനി കൂടുതലല്ലോ എടുക്കണമെന്ന് തോന്നും. എന്തിനായിരുന്നടി വെറുതെ അത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ചൊരു ഷോ? അത് നീ ഒന്ന് ഓർത്തു നോക്കിയേ. എന്നോടൊന്ന് സൂചിപ്പിക്കുക പോലും ചെയ്യാതെ ഇക്കാര്യം എന്നോടൊന്ന് ആലോചിക്കണ്ടേ? അല്ലാതെ പെട്ടെന്നൊരു നിമിഷത്തിൽ ഒരാളെ ഇഷ്ടപ്പെട്ടോളണം, കല്യാണം കഴിച്ചോളണം എന്നൊക്കെ പറഞ്ഞ, ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നതിന് ഒരുപാട് കാരണങ്ങളില്ലേ സച്ചി? ചിലപ്പോ സൗന്ദര്യം, മറ്റു ചിലപ്പോ വ്യക്തിത്വം, അല്ലെങ്കിൽ അയാളുടെ മാനറിസങ്ങൾ. ഓക്കെ, എന്നാലും അജയേട്ടനെ നിനക്ക് അറിയാവുന്നതല്ലേ? അജയേട്ടനെ എനിക്ക് ഇഷ്ടമൊക്കെയാ, പക്ഷെ അത് ലൈഫ് പാർട്ണർ ആക്കാനുള്ള ഇഷ്ടമല്ല. അജയേട്ടനെ മനസ്സ് വല്ലാതെ നൊന്തിരിക്കും. അതിന് മാത്രമൊന്നും സംഭവിച്ചില്ലല്ലോ. ലോകത്ത് ഞാൻ മാത്രമേ പെണ്ണായിട്ടുള്ളൂ. സമ്മതിച്ചു, പക്ഷെ അതിന് നീ ഇങ്ങനെ പ്രതികരിക്കണ്ടായിരുന്നു. ഇത്തിരി കൂടിപ്പോയില്ലേ? എല്ലാരും കൂടി എന്നെ ഒറ്റപ്പെടുത്തുന്നു തോന്നിയപ്പോ എനിക്ക് നിയന്ത്രിക്കാനായില്ല. അവർക്കൊക്കെ നിന്നോട് ഒരുപാട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ? അതൊക്കെ എനിക്കറിയാം, പക്ഷെ പറ്റിപ്പോയി. മനസ്സ് കുറെ കൂടി കൺട്രോൾ ചെയ്യാൻ ഞാൻ പഠിക്കണം. ഉണ്ണിമാമേ, ചായ. ചായയോ? ഞാൻ ചോദിച്ചിരുന്നില്ലല്ലോ. ഓ, ചോദിച്ചില്ലേലും ഉണ്ണിമാമയ്ക്ക് സമയാസമയത്ത് ചായ വേണോന്ന് എനിക്ക് അറിഞ്ഞൂടെ? വിശ്വേട്ടനും ഇങ്ങനെ തന്നെയാ. മധുരം മതിയോ ഉണ്ണിമാമേ? ഞാൻ പറയുമ്പോ വേറൊന്നും തോന്നരുത്. പട്ടണത്തിലൊക്കെ പഠിക്കാൻ പോയതിന്റെ ഒരു കുഴപ്പമുണ്ടോന്ന. ആ, നമ്മുടെ അപ്പുട്ടിക്കേ തെക്കേപ്പാട്ട് ഗോപാലമേനോന്റെ മോളെ പഠിക്കാൻ പോയെടുത്തുന്ന ഓടിപ്പോയത്. അതും ഒരു അന്യജാതിക്കാരൻ ചെക്കന്റെ കൂടെ. അതുപോലെ ഏതാണ്ടുണ്ടോന്ന എന്റെ ഒരു സംശയം. ഇല്ലെങ്കിൽ അച്ഛന്റെ ഉണ്ണിമാമയുടെ മുഖത്ത് നോക്കി നിഷേധം പറയൂ. ഞാൻ അപ്പൂട്ടിയെ കുറ്റം പറയുകയാണെന്ന് ഉണ്ണിമാമയ്ക്ക് തോന്നരുത്. വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോ ചിലപ്പോ, അല്ല കൂട്ടുകെട്ടുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. അങ്ങനെ തള്ളി പറയാൻ മാത്രം കുറ്റമൊന്നും ഇല്ലല്ലോ ഉണ്ണിമാമ അജയന്. കുഞ്ഞിലേ മുതല് ഒന്നിച്ച് കളിച്ചു വളർന്നതല്ലേ. എന്നിട്ടും അങ്ങനെ പറഞ്ഞു കളഞ്ഞത്. അല്ല, അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് അവൻ അപ്പൂട്ടിയോട് കയറുവൊന്നുമില്ല കേട്ടോ. ദേ, ഉണ്ണിമാമ ഇപ്പൊ വിളിച്ച് അപ്പൂട്ടിയുടെ കഴുത്തിൽ താലി കെട്ടാൻ പറഞ്ഞാലും അവ സമ്മതിക്കും. അത്ര പാവാ. അജയനെ തള്ളി പറഞ്ഞതുകൊണ്ടാ അതിലെന്തോ കാര്യമുണ്ടല്ലോ എന്ന് ഞാൻ സംശയിച്ചേ. എന്റെ സംശയമാണേ ഉണ്ണിമാമേ. ഇപ്പോഴത്തെ പെൺകുട്ടികളെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ലെന്നേ. നോക്കിയേ, എന്നെ പോലെ അവിടെ ഒന്നുണ്ടോ എല്ലാവരും?
അപ്പൂട്ടിയുടെ തന്നെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയാൻ പറ്റുമോ? പിന്നെ ഉണ്ണിമാമ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. ഹലോ, എടോ കേശവൻകുട്ടി, ഞാനാ വക്കീല. എനിക്ക് തന്നെ ഒന്ന് കാണണമല്ലോ. ആ, വക്കീൽ ഓഫീസിൽ വന്നാൽ മതി. ആ ശരി. അമ്മേ, എത്ര നേരായി കുറച്ച് വെള്ളം ചോദിച്ചിട്ട്? ഇവിടെ ഇരുന്ന് വിളിച്ചു കൂവാതെ നിനക്ക് അങ്ങോട്ട് വന്ന് എടുത്തു കുടിച്ചൂടെ? ഓ, നീ ആരോ മഹാരാജാവോ? ഇരുന്ന് ഇരിപ്പിലിരുന്ന് കൽപ്പിക്കാൻ? അതെ, ഞാൻ ഈ വീട്ടിലെ മഹാരാജാവല്ലേ. ഇത് പിടിച്ചേ, ഒറ്റ ഇടിയാൻ വെച്ചേരും. അതെ, അമ്മയുടെ പൊന്നുമോളെ ഞാനിന്ന് കണ്ടിരുന്നു. അമ്മയല്ലേ പറഞ്ഞത് പൂന്തോട്ടത്തിൽ ഒരു പ്രശ്നം ഉണ്ടായില്ലെന്ന്? എന്നിട്ട് അവൾ എന്നോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നീ എന്തിനാ അപ്പൂട്ടിയെ കാണാൻ പോയേ? അത് കൊള്ളാം. ഞാൻ അവളെ കണ്ടാലെന്താ? എത്രയോ കാലമായി ഞങ്ങൾ തമ്മിൽ കാണുന്നതാ. അതൊക്കെ ശരിയാ, പക്ഷെ ഇപ്പൊ നിങ്ങൾ കൊച്ചു കുട്ടികളൊന്നും അല്ല. ഈ അമ്മ എന്താ ഇങ്ങനെ? കാണുന്നവരോരോന്ന് പറയും മോനെ. വെറുതെ എന്തിനാ ഓരോരുത്തരെ കൊണ്ട് ഓരോന്ന്? കയറി കിടക്കാൻ പോലും ഇടവില്ലാതിരുന്നവരാ നമ്മള്. ഇത് പൂന്തോട്ടത്തിൽക്കാരുടെ മണ്ണ. ആ മണ്ണി കിടന്നുകൊണ്ട് അവിടുത്തെ കുട്ടിക്കൊരു ചീത്തപ്പേര്. യോ, മതി. എന്താ കല്ലേലി വിശേഷം? അതെ, സുധാമയോട് പറയാനുള്ളതല്ല, മോനോടാ. വക്കീൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞയച്ചു. എന്ത് കാര്യം? ഓ, കാര്യമൊന്നും പറഞ്ഞില്ല. ഉടനെ സച്ചിദാനന്ദനോട് പൂന്തോട്ടത്തിലോട്ട് ചെല്ലാൻ വക്കീൽ അദ്ദേഹം പറഞ്ഞു. എന്നാ കല്ലേലി അങ്ങോട്ട് പോയേക്കുവാണേ. ഉടനെ അങ്ങ് വന്നേക്കണേ. കുടിക്കടോ. അതിരിക്കട്ടെ, എന്താ തന്റെ ഫ്യൂച്ചർ പ്ലാൻ? അല്ല, എനിക്ക് ഏതെങ്കിലും വഴിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നറിയാനാ. ഞാനൊരു ക്രിമിനൽ ലോയറാണ്. എനിക്ക് ചില നല്ല കണക്ഷൻസ് ഉണ്ട്. നാട്ടിലെവിടെയെങ്കിലും ഒരു നല്ല ജോലി. ഇതാ നമ്മുടെ കുഴപ്പം. എന്തിനാ ഈ ഇത്തിരിയും വട്ടത്തിൽ കിടന്ന് കറങ്ങുന്നേ? ലോകം വിശാലമല്ലേടൂ. കുറ്റിയും പറിച്ചു പോകണം. എന്നാലേ പുതിയ മേച്ചിൽ പുറങ്ങൾ കണ്ടെത്താനാകും. തനിക്ക് ഗൾഫിലേക്കൊന്ന് ട്രൈ ചെയ്തുകൂടെ? അവിടെ ആകുമ്പോ കൂടുതൽ സാലറി കിട്ടും. മാന്യമായ സാലറി ഇവിടെയും കിട്ടും സാർ. അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയും വേണ്ടല്ലോ. അപ്പോൾ അമ്മയാണ് തന്റെ സെന്റിമെന്റ്സ്. അമ്മയ്ക്ക് മറ്റാരാ ഉള്ളത്? അതിന് താനെന്തിനാ വിഷമിക്കുന്നത്? എന്താവശ്യം വന്നാലും ഞങ്ങളൊക്കെ ഉണ്ടാവും. മകന്റെ തണലിൽ കഴിയണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹം കാണില്ലേ സാർ? ദാറ്റ്സ് റൈറ്റ്.
അങ്ങനെ തന്നെ വേണം. പക്ഷേ അതിനോടൊപ്പം തന്റെ ബ്രൈറ്റ് ഫ്യൂച്ചറോട് നോക്കണ്ടേ? കൽക്കട്ടയിലെ നമ്മുടെ മാത്തൻ ജോസഫിന് കമ്പനി, അവർക്ക് ഫോറിൻ ബ്രാഞ്ചസ് ഉള്ളതാണ്. എന്തുകൊണ്ടും തന്റെ കരിയറിന് അതായിരിക്കും ബെറ്റർ. ഞാൻ വിളിച്ചു പറയാം. അത് വേണ്ട സാർ. ഇപ്പോ ഇവിടം വിട്ട് പോവാനുള്ള ഒരു മൂഡിലല്ല ഞാൻ. എനിക്കൊരു റിക്വസ്റ്റ് ചെയ്യും. വീട്, അമ്മ എന്നൊക്കെ സെന്റിമെന്റ്സ് പറഞ്ഞ് ഫ്യൂച്ചർ കളയരുത്. അതിന് നീ ഇത്ര ടെൻഷൻ അടിക്കുന്ന എന്തിനാ? വക്കീൽ സാർ പറഞ്ഞാൽ എന്താ തെറ്റ്? എന്നും ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കാനാ നിന്റെ ഉദ്ദേശം? കഴിയുന്നതും വേഗം എവിടെയെങ്കിലും ചെന്ന് എത്തുന്നതല്ലേടാ നല്ലത്. അതല്ലടാ, ആ ജോലി എനിക്ക് ഇവിടെ എവിടെയെങ്കിലും കിട്ടില്ലേ? ഞാൻ എന്തിനാ എന്റെ അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് ഗൾഫിലും അവിടെ എവിടെയൊക്കെ ചെന്ന് കിടക്കണേ? പഠിച്ചിറങ്ങുമ്പോ നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നും. കുറെ അലയുമ്പോഴാ പിന്നെ എവിടെയെങ്കിലും ചെന്നൊന്ന് കേറി പറ്റിയാ മതിയെന്ന് തോന്നുന്നത്. ജോലി ഒന്നും അല്ലടാ ഇപ്പൊ എന്നെ അലട്ടുന്ന പ്രശ്നം. പിന്നെ വല്ല മേനകമാരും മനസ്സിൽ കയറിയോടാ? ഛേ, ഇത് തമാശയല്ലടാ. ഞാനും അപർണയും തമ്മിലുള്ള ബന്ധം നല്ല സൗഹൃദത്തിനപ്പുറം മറ്റെന്തെങ്കിലും ആണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? അതെന്താ നീ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? അമ്മയെന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന പോലെ. നീ അവളെ കാണുന്നത് കുറയ്ക്കണം, സംസാരിക്കുന്നത് കുറയ്ക്കണം. നീ കാരണം ആ കുടുംബത്തിനൊരു പേരുദോഷം വരാൻ പാടില്ല. ഞാനും അവളും തമ്മിലുള്ള സൗഹൃദം കുട്ടിക്കാലം മുതലേ അമ്മ കാണുന്നതല്ലേ. അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞോ? അമ്മ മാത്രമല്ലടാ, വക്കീൽ സാറിന്റെ നീക്കങ്ങളിലും എന്തോ ഒരു സംശയമുള്ളതുപോലെ. ചിലപ്പോ അതെന്റെ വെറും തോന്നലാവാം. എനിക്കിപ്പോ സംശയം നിന്നെ. എന്നെയോ? അതെ, അവര് നല്ല അർത്ഥത്തിൽ പറഞ്ഞതൊക്കെ നീ എന്തിനാ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? എനിക്ക് അപർണയോട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കം ഇല്ലെന്നത് നിനക്ക് വിശ്വാസം ഉണ്ടല്ലോ. ഇനി അവളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് തടയണം. അവളുടെ ഭാഗത്തുനിന്ന് ഇനി അങ്ങനെ എന്തെങ്കിലും